ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇതില് ഇതില് ഇപ്പൊ ഇന്നത്തെ ഒരു മീറ്റിംഗില് നമ്മൾ മെയിൻലി വിശുദ്ധ റമദാനില് നമ്മൾ എങ്ങനെ ഡയറ്റ് ചെയ്യണം, അതേപോലെ തന്നെ എങ്ങനെ ഫിറ്റ് ആവണം എന്നൊക്കെ പറയുന്ന ഒരു ക്ലാസ് ആണിത്. ഇതില് എൻ്റെ മദ്രസയിലുള്ള കുട്ടികളും ജോയിൻ ചെയ്തിട്ടുണ്ട്. അവർക്ക് 8:30ക്കാണ് ശരിക്കും ക്ലാസ് ഉള്ളത്. ഇതിലെ കുഴപ്പമില്ല, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ, നിങ്ങൾക്ക് ക്ലാസ്സുകൾ കേൾക്കാം. ഓക്കെ, അത് കഴിഞ്ഞതിന് ശേഷമായിരിക്കും മദ്രസയിലുള്ള കുട്ടികൾക്കുള്ള ക്ലാസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യുക. അപ്പൊ ഞാൻ നേരെ വിഷയത്തിലേക്ക് കിടക്കുകയാണ്. അധികം കൂടുതൽ സമയം കളയുന്നില്ല. നമ്മൾ മെയിൻലി ഇന്ന് എടുക്കാൻ വേണ്ടി പോകുന്ന ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റമദാൻ മാസത്തെ ഡയറ്റ് എങ്ങനെ ഫോളോ ചെയ്യണം എന്നതിനെ കുറിച്ചാണ്. ആരോഗ്യവും ആത്മീയതയും ഒരുമിച്ച് ചേരുന്ന ഒരു മാസമാണ് സത്യത്തിൽ വിശുദ്ധ റമദാൻ എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് മെയിൻലി ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. വിശുദ്ധ റമദാൻ മാസം എന്നുള്ളത് നമ്മുടെ മുന്നിൽ പടിവാതിൽ എത്തിക്കിടക്കുകയാണ്. നമ്മൾ പല പല ആൾക്കാർക്കും റമദാൻ എന്നാൽ പ്രാർത്ഥനയായിട്ടും പുണ്യങ്ങളുടെ മാസമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടെ, നമ്മളിൽ എത്ര പേരാണ് റമദാന് കഴിഞ്ഞാൽ അതേ ഒരു സ്പിരിച്വൽ മൂവ്മെന്റിലൂടെ നടന്നു പോകുന്നത്? പല ആൾക്കാരും ഇല്ല. എന്നാൽ ഞാൻ ഒരു കാര്യം പറയാം, റമദാന് വേണ്ടി നമ്മൾ മുന്നൊരുങ്ങുന്നത് നല്ല ആരോഗ്യം വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ റമദാൻ കഴിഞ്ഞാലും ആ ആരോഗ്യത്തോട് കൂടിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയുമെന്നതാണ് യാഥാർത്ഥ്യം, അല്ലേ? പല ആൾക്കാർക്കും തന്നെ ഫീൽ ചെയ്യുന്ന റമദാൻ മാസത്തിൽ വെയിറ്റ് ഒക്കെ ഒന്ന് കുറയുന്നുണ്ടാവും, മാനസികമായിട്ട് നല്ലൊരു ഉന്മേഷം കിട്ടുന്നുണ്ടാവും. ബട്ട് റമദാൻ കഴിഞ്ഞതിന് ശേഷം ആ ഉന്മേഷം, ആ മെയിൻ്റെനൻസ്, ഹെൽത്ത് പല ആൾക്കാർക്കും കിട്ടുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, എൻ്റെ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ എല്ലാവരെയും ഞാൻ ഈ ഒരു പ്രോഗ്രാമിലേക്ക് സാദരം ക്ഷണിക്കുകയാണ്. ഇറ്റ്സ് മീ അനീഷ് മുഹമ്മദ്. എൻ്റെ പേര് അനീഷ് മുഹമ്മദ് എന്നാണ്. കഴിഞ്ഞ 3.5 വർഷമായിട്ട് ഹെൽത്ത് ആൻഡ് വെൽനസ് ഫീൽഡിൽ ഒരു വെൽനസ് കോച്ചായിട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഒരു ബിസിനസ് കോച്ചാണ്, ഒരു ഇസ്ലാമിക് സ്കോളറാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകുന്ന ഈ ടോപ്പിക് എന്ന് പറയുന്നത് റമദാനിന് എങ്ങനെ നമുക്ക് മുന്നൊരുങ്ങാം വിത്ത് ഡയറ്റ്, ഒരു ഹെൽത്തി ആയിട്ട് എങ്ങനെ നമ്മുടെ റമദാനിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം എന്നുള്ള കാര്യമാണ് നിങ്ങളുമായിട്ട് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, റമദാനിലേക്ക് നിങ്ങൾ എല്ലാവരെയും, റമദാനിന്റെ ഈ ഒരു ടോപ്പിക്കിലേക്ക്, ഈ ഒരു സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്യാണ്. നമുക്കറിയാം, റമദാൻ എന്നുള്ളത് പുണ്യങ്ങളുടെ മാസമാണ്. പ്രാർത്ഥനയും ദാനധർമ്മങ്ങളുമായിട്ട് ഈ മാസത്തെ നമ്മൾ കൊണ്ടു പോവാറുണ്ട്, അല്ലേ? എന്നാൽ അതേ പ്രാധാന്യം തന്നെ നമ്മുടെ ശരീരത്തിന് നമ്മൾ നൽകുന്നുണ്ടോ എന്ന് ആലോചിക്കാനുള്ള ഒരു അവസരമായിട്ടാണ് സത്യത്തിൽ ഈ റമദാനെ കാണേണ്ടത്. നമ്മൾ പല ആൾക്കാരും വിശ്വസിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ പട്ടിണി കിടക്കുന്നതുകൊണ്ട് തടി കുറയുന്നു എന്നതാണ്. എന്നാൽ സത്യം അതല്ല. കഴിഞ്ഞ വർഷങ്ങളിൽ എനിക്ക് തന്നെ സംഭവിച്ചൊരു മാറ്റം ഞാൻ നിങ്ങളോട് അനുഭവമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഒരു 10 മുതൽ 15 കിലോ വരെ ഒരു മാസത്തിൽ ഭാരം കുറക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ പല ആൾക്കാർ വെയിറ്റ് കൂടുന്നുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത്, നോമ്പ് തുറക്കുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന എല്ലാ എണ്ണപ്പലഹാരങ്ങളും മധുരപാനീയങ്ങളും കാണുന്ന സമയത്ത് നമ്മുടെ നിയന്ത്രണം വിടും. അപ്പൊ എന്താണോ മുന്നിൽ കിട്ടിയത് അതെല്ലാം കഴിക്കും. എന്നാൽ നോമ്പ് തുറക്കുന്ന സമയത്ത് മുന്നിലിരിക്കുന്ന ആ പലഹാരങ്ങളെ കൺട്രോൾ ചെയ്ത് എനിക്ക് വേണ്ടിയത് എന്താണ് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 1000 മുതൽ 1500 കലോറി വരെ ഒരൊറ്റ നിമിഷത്തിൽ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ശരീരം സത്യത്തിൽ അല്ലാഹു, ദൈവം, നിങ്ങൾ വിശ്വസിക്കുന്ന പടച്ചവൻ നൽകിയിട്ടുള്ള ഒരു സ്വത്താണ്. അതിസൂക്ഷ്മമായിട്ടാണ് അതിനെ ഉപയോഗപ്പെടുത്തേണ്ടത്. ഈ റമദാനിൽ ഭക്ഷണം അമിതമായിട്ട് നമ്മൾ കഴിച്ച് രോഗിയാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ തയ്യാറാവേണ്ടത്, മറിച്ച് ആരോഗ്യവാനായിട്ട് ആരാധനകളിൽ മുഴുകാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. ചുറ്റും കേൾക്കുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് മുന്നിൽ
ഞാൻ കൂടുതൽ ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല. പല ആൾക്കാർ ഹൃദയാഘാതം ഉണ്ടാവാറുണ്ട്, തല ചുറ്റി വീഴാറുണ്ട്, തല കറങ്ങാറുണ്ട്, കൊളസ്ട്രോള് ഒക്കെ ഉണ്ടാവാറുണ്ട്. ഇതിനൊക്കെ ജാഗ്രതയായിട്ട് നമ്മൾ മാറാൻ പറ്റണം നമുക്ക്. അതിനുള്ള ഒരു മാസമാണ് സത്യത്തിൽ വിശുദ്ധ റമദാൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡി ആണെന്നുണ്ടെങ്കിൽ ഈ വരാൻ പോകുന്ന ഒരു 30 ദിവസത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ആക്ഷൻ പ്ലാനും ഞാൻ ഇതിന്റെ ആഫ്റ്റർ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ടാവും. മാത്രമല്ല, ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ 1999 രൂപ വരുന്ന ഒരു ഇ ബുക്ക് അബ്സല്യൂട്ട്ലി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരും ചെയ്യും. നമുക്ക് ഒരുമിച്ചൊന്ന് ശ്രമിച്ചു നോക്കാം. വരാൻ പോകുന്ന 30 ദിവസം ഫിറ്റ് ആയിട്ട്, സ്ലിം ആയിട്ട്, ബ്യൂട്ടി ആയിട്ട് എങ്ങനെ മാറാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. മനസ്സിലാവുണ്ടോ? എണ്ണ പലഹാരങ്ങള്, പിന്നെ സോഡ, ഇതിനോടൊക്കെ കുറച്ച് നോ പറയാൻ വേണ്ടിയിട്ട് പഠിക്കുക എന്ന് മാത്രമേ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതത്ര എളുപ്പമല്ലേ. നോ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ വായ കൊണ്ട് പറയാം, പക്ഷെ ഈ ശരീരം കൊണ്ട് കാണിച്ചു കൊടുക്കാൻ നമുക്ക് പറ്റണം. പല ആൾക്കാർക്കും പട്ടിണി കിടന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്നുള്ള സ്ഥിരമായിട്ടുള്ള ഒരു പരാതി അല്ലെങ്കിൽ അഭിപ്രായം കേൾക്കാറുണ്ട്. ഇതിനൊരു ലളിതമായിട്ടുള്ള ഒരു കണക്കുണ്ട്, ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കേൾക്കാൻ റെഡിയാണോ? നമ്മളിപ്പോ ഉദാഹരണം സമൂസ, അല്ലെങ്കിൽ മറ്റുള്ള എണ്ണ പലഹാരങ്ങളൊക്കെ കഴിക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഒന്നല്ലേ ഞാൻ കഴിക്കണുള്ളൂ. ഇതിനൊരു സയൻസ് ഉണ്ട്. പകല് മുഴുവൻ നമ്മൾ നോമ്പ് നോക്കുകയാണ്, ഒന്നും കഴിക്കണില്ല. പക്ഷെ നോമ്പ് തുറക്കണ സമയത്ത് കഴിക്കുന്ന ഒരു സമൂസയിൽ ഏകദേശം എത്ര കലോറി ഉണ്ടാവും അറിയോ? 250 മുതൽ 300 കലോറി വരെ വരുന്നുണ്ട്. ഇത് 4 കഴിച്ചു കഴിഞ്ഞാലോ? ഒക്കെ ഞാൻ പറയുന്നത് മനസ്സിലാവുണ്ടോ? നമ്മളിപ്പോ ഇപ്പൊ എണ്ണ പലഹാരങ്ങളൊക്കെ നോമ്പ് തുറക്കുന്ന സമയത്ത് നമ്മൾ കഴിക്കുന്ന സമയത്ത് നമുക്ക് ചുരുങ്ങിയത് 250 മുതൽ 300 കലോറി വരെ നമുക്ക് കിട്ടും. അത് 4 നമ്മൾ കഴിച്ചാലോ 2000 കലോറി വരെ നമ്മൾ അകത്താകുന്നുണ്ട്. ഇപ്പൊ ചെറിയ കുട്ടികൾ ഈ ഒരു പ്രോഗ്രാം കേൾക്കുന്നുണ്ടാവും, അവരെ രക്ഷിതാക്കളുണ്ടാവും. സ്വാഭാവികമായിട്ട് നിങ്ങളെ മക്കളെ നിങ്ങൾ എത്ര ഹെൽത്തി ആണോ അതുപോലെ എങ്കിലും ആക്കാൻ വേണ്ടി ശ്രമിക്കേണ്ട ആൾക്കാരാണ്. അപ്പൊ നിങ്ങൾ ഓൾറെഡി അൺഹെൽത്തി ആണെന്നുണ്ടെങ്കിൽ നിങ്ങളെ മക്കൾ എങ്ങനെയായിരിക്കും? അപ്പൊ അവരെയും ഹെൽത്തി ഫുഡ് കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ വിശുദ്ധ റമദാനിന് വേണ്ടി നിങ്ങൾ മുന്നോടിയായിട്ട് തയ്യാറാവുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് വിനീതമായിട്ട്. പിന്നെ നമ്മൾ സമൂസ കഴിക്കും, കൂടെ ജ്യൂസ് കഴിക്കും, മധുരട്ട ജ്യൂസാണ് കഴിക്കുക. ബിരിയാണി ചിലപ്പോൾ നമ്മൾ കഴിക്കും, അല്ലേ? അപ്പൊ ഒറ്റ നേരത്തെ ആഹാരത്തിൽ എത്ര കലോറി, വെള്ളം ഒഴിച്ച് ബാക്കിയുള്ളതിനൊക്കെ കലോറി എന്ന് പറയാം. ഒരു 2000 കലോറി വരെ നമ്മൾ ഉള്ളിലേക്ക് അകത്താക്കുന്നു. ഇതൊരു ഫ്യൂവൽ ടാങ്ക് പോലെയാണ്. അപ്പൊ നിങ്ങളെ വണ്ടിയിൽ ഉദാഹരണം നിങ്ങൾ വണ്ടി ഓടിക്കുകയാണ്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ വണ്ടികളുണ്ടല്ലോ, ഒരു 5 ലിറ്റർ മുതൽ 10 ലിറ്റർ വരെ നമ്മൾ പെട്രോൾ അതിൽ അടിക്കാൻ വേണ്ടിയിട്ട് സ്ഥലമുണ്ട്. എന്നാൽ അത് 20 ലിറ്റർ അടിച്ചാലോ, 10 ലിറ്റർ അടിക്കേണ്ട സ്ഥലത്ത് 20 ലിറ്റർ അടിച്ചു കഴിഞ്ഞാൽ എന്താ അവസ്ഥ? അത് പുറത്തേക്ക് ഒഴുകും. അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരം. ഈ ഉപയോഗിക്കാത്ത ഊർജ്ജം ഉണ്ടല്ലോ, അത് കൊഴുപ്പായിട്ടാണ് കൺവേർട്ട് ആവുക. നമ്മളെ ശരീരത്തിന് ഒരു പ്രത്യേകത ഉണ്ട്, ഫ്രിഡ്ജ് പോലെയാണ്. ഈ ഫ്രിഡ്ജ് നമ്മൾ പഴയ സാധനങ്ങൾ കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആഡ് ഓൺ ചെയ്തുകൊണ്ടേയിരിക്കും. എന്നാൽ അത് ഉപയോഗിക്കുന്നില്ല, വെറും ആഡ് ഓൺ മാത്രമേ ചെയ്യുന്നുള്ളൂ, വെറും നിറക്കുക മാത്രമേ ചെയ്യുന്നുള്ളതാണ്. എന്താണ്ടാവുക? ആ പഴയ സാധനങ്ങൾ കേടുവരും. അതിൽ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ വയറിനൊരു പ്രത്യേകത ഉണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങൾ അമിതമായി കഴിഞ്ഞാൽ അതിന് എനർജി ആയിട്ട് മാറ്റുന്നില്ലെങ്കിൽ അത് ഫാറ്റ് ആയിട്ട് വയറ് വീർത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇതിലൂടെ നമുക്ക് എന്താ ഉണ്ടാവുക? ബുദ്ധിമുട്ടുകൾ 70% വരുന്ന രോഗങ്ങളുടെ പ്രധാന കാരണം എന്താ? അമിതഭാരമാണ്. പിന്നെ നമ്മൾ ചുറ്റും ഒന്ന് ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കുക. 30 വയസ്സിലും 40 വയസ്സിലും ആളുകൾക്ക് പല ആൾക്കാർ ഹൃദയാഘാതം സംഭവിക്കുന്നുണ്ട്. ഇത് ഇതിന്റെ എണ്ണം കൂടുകയാണ്. റമദാനിൽ കൊളസ്ട്രോൾ കൂടുന്ന വിരോധാഭാസം നമ്മൾ ഈ അവസാനിപ്പിക്കണമെന്നാണ് വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. നമ്മൾ ഇതിലെന്താണ് പരിഹാരം? നമ്മുടെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കണം. പലപ്പോഴും നമുക്ക് ലഭിക്കുന്ന ഭക്ഷണത്തിന്റെ വില നമ്മൾ അറിയുന്നില്ല. എന്നാൽ മറ്റു രാജ്യങ്ങളിലൊക്കെ, പല ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഗൂഗിളൊക്കെ ചെയ്യുക, ഫലസ്തീനിലെ അവസ്ഥ എന്താണ്? ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കെഞ്ചിയാണ്. നമുക്ക് കിട്ടുന്ന ഭക്ഷണങ്ങൾ
വില ഇല്ലാതെ നമ്മൾ ഒഴിവാക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ ഉപയോഗിക്കുന്ന പോലെയില്ല. നമ്മൾ ഇന്നത്തെ ഭക്ഷണം നമുക്ക് വേസ്റ്റ് ആയി കഴിഞ്ഞാൽ വേസ്റ്റ് തന്നെയാണ്. ഈ അടുത്ത ദിവസം ഞാൻ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ യാത്ര ചെയ്യാനിടയായി. സൗഭാഗ്യം എന്ന് പറയട്ടെ, നമ്മുടെ പ്രത്യേകിച്ച് വിശിഷ്യ മുസ്ലിം സമുദായത്തിലൊക്കെ ഭക്ഷണമൊക്കെ നല്ല സുലഭമായിട്ട് തന്നെ കിട്ടുന്നു. പക്ഷെ അതിന് വില മതിക്കുന്നില്ല. നമ്മൾ വായ കൊണ്ട് അനൗൺസ്മെന്റ് ചെയ്യാനും പ്രസംഗിക്കാനും നമ്മൾ ഘോരം തയ്യാറാണ്. ബട്ട് എത്ര വേസ്റ്റ് ആയി പോകുന്നു. ദൈവം നൽകിയ അനുഗ്രഹമാണ്. ഒരു ബേസിക് ആയിട്ട് ഒരു മനുഷ്യനെ സമയത്തോളം കിടക്കാൻ ഒരു പാർപ്പിടം, കഴിക്കാൻ ഭക്ഷണം, അല്ലെ, ഓടിക്കാൻ ഒരു വാഹനം ഉണ്ടെങ്കിൽ അവന് സുഭിക്ഷനാണ്, അവനക്ക് ധരിക്കാനുള്ള വസ്ത്രം. ബട്ട് അതിന്റെ വില നമ്മൾ പലപ്പോഴും അറിയുന്നില്ല. ഇനി നമുക്ക് ഒരു 30 ദിവസത്തിന്റെ ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കാം. എങ്ങനെയാണ് ഈ റമദാൻ 30 അടിപൊളിയായിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നിങ്ങൾ പറ്റുമെങ്കിൽ നോട്ട് ഡൗൺ ചെയ്യാം. നിങ്ങൾക്ക് അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ഈ റമദാന് ഫ്രൂട്ട്ഫുൾ ആയിട്ട്, നല്ല എനർജറ്റിക് ആയിട്ട്, ഹെൽത്തി ആയിട്ട്, ഫിറ്റ് ആയിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. കാരണം എൻ്റെ ഒരു 3.5 വർഷം കൊണ്ട് 7.5 മാസം കൊണ്ട് 51 കിലോ വെയിറ്റ് കുറക്കുകയും കഴിഞ്ഞ 3.5 വർഷമായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്റെ അനുഭവത്തിലാണ് നിങ്ങളുമായിട്ട് ഞാൻ സംസാരിക്കുന്നത്. ഇപ്പോ നമ്മൾ റമദാനിന്റെ നോമ്പ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ട് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം എപ്പോഴാണ്? ഒന്ന് അത്താഴം, ഇല്ലേ, സുഹൂർ എന്ന് പറയും. പിന്നെ എപ്പോഴാ? നോമ്പ് മുറിക്കുന്ന സമയത്ത് ഇഫ്താർ, അല്ലേ. പിന്നെ എപ്പോഴാ? ചിലപ്പോ നമ്മൾ ഇഫ്താർ കഴിഞ്ഞതിന് ശേഷം അല്ലെങ്കിൽ അതിന്റെ ലഘുവായിട്ട് കഴിച്ച് നമ്മളെ നമസ്കാരമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കഴിക്കും. അപ്പൊ ഇതിന് നമ്മൾ എങ്ങനെ ഓർഡർ ആക്കുക, എങ്ങനെ നമ്മൾ കഴിക്കുക? എന്നാൽ വെയിറ്റ് കുറയും വേണം. വെയിറ്റ് കൂട്ടേണ്ട ആൾക്കാർക്കും ചെയ്യേണ്ടത് ഈ ഒരു മെത്തേഡ് തന്നെയാണ്. ബട്ട് ഗുഡ് കലോറി ആഡ് ചെയ്യുക, കൂട്ടുക എന്നതാണ് ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി വെയിറ്റ് കൂട്ടാനുമില്ല കുറക്കാനുമില്ല, എങ്ങനെയെങ്കിലും ഹെൽത്തി ആയിട്ട് മാറണം, നല്ല ഫിറ്റ് ആയിട്ട് ഇരിക്കണം, നല്ല അടിപൊളിയായിട്ട് നോമ്പ് നോക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് എന്ത് ചെയ്യുക? ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യാവുന്നതാണ്. അപ്പൊ അത്താഴത്തിന്റെ സമയത്ത് നമ്മള് ഇത് ശരീരത്തിന്റെ ഇന്ധനം എന്നാണ് പറയാം. അത്താഴം എന്നത് ശരീരത്തിന്റെ ഇന്ധനമാണ്. കാരണം ഒരു ദിവസം നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഈ അത്താഴമാണ്. ഈ സമയത്ത് നമ്മൾ ഓട്സോ അല്ലെങ്കിൽ തവിടോട് കൂടിയ ധാന്യങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. നമ്മൾ എരിവുള്ള മുന്നൊക്കെ ഞങ്ങൾക്ക് കുടുംബത്തിൽ ചോറും പിന്നെ അതേപോലെ മീൻകറിയും പിന്നെ അതും ഇതും ഒക്കെ കഴിച്ച് ഇങ്ങനെ വാരി വലിച്ച് വയറണ്ട് നടക്കും. എന്നിട്ട് രാവിലെ ഗ്യാസ് തേട്ടിയിട്ട് ആകെ നെഞ്ച് നീറിയിട്ട് നടക്കുന്ന ഒരു അവസ്ഥ പല ആൾക്കാർക്കും ഉണ്ടാവാറുണ്ട്. നിങ്ങൾക്ക് തന്നെ അനുഭവം ഉണ്ടോ? ബട്ട് അതിൽ നിന്ന് ഒഴിവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി ധാന്യങ്ങൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക. പറ്റുമെങ്കിൽ ആവിയിലുള്ള ഭക്ഷണങ്ങൾ ലഘുവായിട്ട് കഴിക്കുക. പിന്നെ എന്താ അപ്പോ ഇതിന്റെ സമയത്തോളം നിങ്ങൾക്ക് വിശക്കൂല, അത് പതുക്കെയാണ് ദഹിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ പകല് മുഴുവൻ നിങ്ങൾക്ക് വിശപ്പില്ലാതെ നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയും. പിന്നെ ഇത് കഴിച്ചു കഴിഞ്ഞാൽ ബാങ്ക് കൊടുക്കുന്നത് വരെ ടൈം ഉണ്ടല്ലോ, ആ സമയത്ത് ഒരു മനുഷ്യ ശരീരത്തിനെ സമയത്തോളം വെള്ളം ആവശ്യമാണ്. അപ്പോൾ വെള്ളം ആദ്യമേ സ്റ്റോർ ചെയ്ത് വെക്കണം. സാധാരണഗതിയിൽ 20 കിലോ ഉള്ള ഒരാളെ സമയത്തോളം 1 ലിറ്റർ വെള്ളമാണ് ആവശ്യം. അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എത്രയാണോ കിലോ ഉള്ളത് അതിനനുസരിച്ചിട്ടാണ് വെള്ളം കുടിക്കേണ്ടത്. അത് എങ്ങനെ പകുതിയായിട്ട് നമ്മൾ എടുക്കണം. ആദ്യത്തെ പകുതി നമ്മൾ സുഹൂറിന്റെ അഥവാ അത്താഴത്തിന്റെ ടൈമിൽ തന്നെ നമ്മൾ വെള്ളം കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഇഫ്താറിന്റെ ടൈമിലും അതേപോലെ നമസ്കാരത്തിന്റെ തറാവീഹിന്റെ ടൈമിലും കിടന്നുറങ്ങുന്നതിന്റെ തൊട്ട് മുന്നേ വരെ അടുത്ത ഒരു പാർട്ട് വെള്ളം പോർഷൻ കംപ്ലീറ്റ് ചെയ്ത് ഇരിക്കണമെന്നാണ് പറയാനുള്ളത്. ഓക്കെ. ഇനി നമ്മൾ ഇഫ്താറിന്റെ ടൈമിലാണെങ്കിലോ, ഇഫ്താറിന്റെ ടൈമിൽ എങ്ങനെ ഫുഡ് നോക്കുക? ഈ സമയത്ത് ഒരു വെള്ളവും ഒരു ഈത്തപ്പഴം കൊണ്ട് നോമ്പ് മുറിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഉടനെ ബിരിയാണിയിലേക്ക് വീഴരുത് എന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വയറിന് റീസ്റ്റാർട്ട് ചെയ്യാൻ നമ്മൾ സമയം കൊടുക്കണം. അല്ല എന്നുണ്ടെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് തറാവീഹ് നല്ലപോലെ നിസ്കരിക്കാൻ പറ്റില്ല. പലോരി ആമ്പൊക്കെ ഇട്ടിട്ടും ഒച്ച ഉണ്ടാക്കിയിട്ടും സുജൂദിൽ നിന്ന് എണീക്കാൻ പറ്റാത്ത അവസ്ഥ പല ആൾക്കാർക്കും ഉണ്ടാവും. ഈ സമയത്ത് ഒരു ഈത്തപ്പഴം കൊണ്ടോ വെള്ളം കൊണ്ട് നോമ്പ് മുറിക്കുക. പിന്നെ ഫ്രൂട്ട്സ് കഴിക്കുക ധാരാളമായിട്ട്. ഇതിന്റെ ഇടയിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് വ്യായാമം എന്നുള്ളത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് ഇറക്കുന്നതിന്റെ മുന്നേ അല്ലെങ്കിൽ നോമ്പ് ഇറന്നതിന് ശേഷം ജിമ്മിൽ പോയിട്ടായാലും ശരി അല്ലെങ്കിൽ വീട്ടിൽ നിന്നായാലും ശരി
ഒരു അരമണിക്കൂറെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ശരീരത്തെ മൂവ്മെന്റ് ചെയ്യാൻ നിങ്ങൾ വാക്കിംഗ് ചെയ്താലും കുഴപ്പമില്ല. റമദാൻ വാക്കിംഗ് എന്ന് പറയുന്ന പുതിയൊരു മെത്തേഡ് തന്നെ ഇറങ്ങിയിട്ടുണ്ട്. അത് ശരീരത്തിലെ വിഷാംശങ്ങൾ ഉണ്ടല്ലോ, നമ്മൾ ഇഫ്താറിന്റെ ടൈമിൽ സുഹൂറിന്റെ ടൈമിലൊക്കെ കഴിച്ചിട്ടുള്ള ഫുഡുകൾ, നമ്മൾ ഓൾറെഡി നമ്മുടെ ശരീരത്തിലുള്ള ഫാറ്റ്, ഇതിനെ പുറന്തള്ളാൻ വേണ്ടി നമ്മൾ സഹായിക്കും. ശീലാക്കുവോ? ഇത് ഫോളോ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ? എളുപ്പമല്ലേ ഞാൻ പറഞ്ഞത്? ഒന്ന് കമന്റ് ചെയ്യട്ടോ. ചാറ്റ് ബോക്സ് ഓൺ ആണ്, ചാറ്റ് ബോക്സിൽ നിങ്ങൾക്ക് സംസാരിക്കാം. ഓക്കെ, ഇനി പറയാനുള്ളത്, ഇപ്പൊ ഉദാഹരണം നമ്മൾ വിരുന്നൊക്കെ പോവാണ്. പോകുന്ന സമയത്ത് നിർബന്ധിച്ചിട്ട് നമ്മൾ ചില ആൾക്കാർ കഴിപ്പിക്കും. നിങ്ങൾ തന്നെ പറയും, അതിന്റെ കുടുംബക്കാരെ വീട്ടിലേക്ക് ഞാൻ പോയതായിരുന്നു നോമ്പറപ്പിക്കലിൽ, അവരിന്നെ നിർബന്ധിച്ച് ഇങ്ങനെ ഭക്ഷണം ഇട്ട് തരുന്നു. ഇത് നമ്മുടെ നാട്ടില് ഭയങ്കര സുലഭമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം കൂടുകയാണ്. എന്നാൽ നമ്മള് കുത്തി നിറക്കല്ല വേണ്ടി, നമ്മൾ അവരോട് പറയണം, മാന്യമായിട്ട് പറയണം. ഈ അടുത്ത് എൻ്റെ ഒരു പാർട്ട്ണറിന്റെ ഹൗസ് വാമിങ്ങിന് ഞാൻ പോയ സമയത്ത് സുഭിക്ഷമായ എല്ലാ ഭക്ഷണങ്ങളും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് അറിയാലോ, ബൊഫേ സിസ്റ്റമാണ് ഉണ്ടാക്കിയത്. ബട്ട് ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 21 ദിവസത്തെ നോമ്പ് നോക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് ഞാൻ എൻ്റെ ഡയറ്റിനെ ഫോളോ ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഭക്ഷണങ്ങളും ഞാൻ താൽക്കാലികമായിട്ട് നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് എൻ്റെ ഡയറ്റ് ഞാൻ ഫോളോ ചെയ്തത്. അത് എങ്ങനെ? അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അത് ചിലപ്പോൾ ചില സാധനങ്ങൾ നമുക്ക് കഴുകേണ്ടി വരും, ചില മസാലകൾ നമുക്ക് തൊടേണ്ടി വരില്ല. നമ്മൾ ഫ്രൂട്ട്സുകളും വെജിറ്റബിളും ധാരാളമായിട്ട് കഴിക്കേണ്ടി വരും. എല്ലാം നമുക്ക് കഴിക്കാനുള്ളതല്ല. ബട്ട് നമ്മൾ വയറ് നമ്മൾ ഹെൽത്തി ആക്കാൻ വേണ്ടിയിട്ട് ഭക്ഷണം കഴിക്കുക എന്നതേ ഉള്ളൂ. ഇവരെ നമ്മളെ സ്നേഹിക്കാൻ വേണ്ടി ധാരാളം ഭക്ഷണം ഇട്ട് തരും. നമ്മളാണെങ്കിലും അവരെ സ്നേഹത്തിന്റെ മുന്നിൽ നമ്മൾ അടിയറ വെക്കും ചെയ്യും. ഇതാണ് ഒരാളുടെ ആരോഗ്യത്തെ നശിപ്പിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്നോട് വിഷമം വിചാരിക്കരുത്. നമ്മൾ ഈ റമദാനിൽ പാവപ്പെട്ട ആൾക്കാർക്ക് ഭക്ഷണം നൽകുന്ന സമയത്തും അമിതമായിട്ട് ഭക്ഷണം കഴിച്ച് അത് പാഴാക്കാതിരിക്കാനും നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. എത്ര പാവങ്ങൾക്ക് ഭക്ഷണം കിട്ടുന്നില്ല. സത്യത്തിൽ റമദാനിലെ നോമ്പ് തന്നെ ആ ഒരു ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് മുന്നിൽ വെച്ചിട്ടുള്ളത്. ഭക്ഷണം വേസ്റ്റ് ആക്കരുത്. ഇത് വലിയൊരു തെറ്റാണ്. നമ്മളെ സ്വന്തം വയറിനെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റും ആക്കരുത്. അതും തെറ്റാണ്. നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മൾ നോക്കിയില്ലെങ്കിൽ അത് ആരും ഉണ്ടാവില്ല കൂടെ. ഈ റമദാൻ നമ്മുടെ ആത്മാവിനെ ശുദ്ധീകരിക്കാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കാനും അതിനെ ട്രാൻസ്ഫോം ചെയ്യാനുമുള്ള ഒരു മാസമാക്കി നിങ്ങൾ മാറ്റണം. അതിനൊരു 30 ദിവസത്തിന്റെ ഒരു ചലഞ്ചുകൾ ഏറ്റെടുക്കണം എന്നാണ് വളരെ വിനീതമായിട്ട് എനിക്ക് പറയാനുള്ളത്. 30 ദിവസം കൊണ്ട് എന്താണ് ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒരു റമദാൻ ആകുമ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരത്തിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവും. അത് നിങ്ങൾ വെയിറ്റ് കുറക്കാനോ വെയിറ്റ് കൂട്ടാനോ വേണ്ടിയിട്ടല്ല, മറിച്ച് നിങ്ങളുടെ ബോഡിയെ മുഴുവനായിട്ട് എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ എത്രയാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഭാരം, വെയിറ്റ് എന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾ എത്രയാണ് കുറക്കേണ്ടത് എന്നുള്ള ഒരു ടാർഗറ്റും വെക്കുക. എത്ര സമയം കൊണ്ടാണ് നിങ്ങൾക്ക് മാറ്റം വരേണ്ടത് എന്നുള്ളത് നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. ഓരോ ദിവസം നിങ്ങൾക്ക് ഉണ്ടാവുന്ന ആ മാറ്റം ഉണ്ടല്ലോ, അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ഡൗൺ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണ് ട്രാക്കർ. നിങ്ങളെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ബോസ്. നിങ്ങളെ പിന്നിൽ ഒരാൾ കൂടേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെ ഡെഡ് ലൈൻ വെക്കുന്നതും നിങ്ങളെ ഓരോരുത്തരെയും റിസൾട്ടിലേക്ക് എത്തിക്കുന്നതും നിങ്ങളുടെ തന്നെ കോച്ചാണ്, നിങ്ങളുടെ തന്നെ ഷെഡ്യൂളുകളാണ്. മനസ്സിലാവുണ്ടോ? ഇത് ഞാൻ പറയുന്ന വേറൊരു പ്രസംഗമായിട്ട് നിങ്ങൾ ഒരിക്കലും എടുക്കരുത്, മറിച്ച് ഇതൊരു ചലഞ്ചാക്കി നിങ്ങൾ ഏറ്റെടുക്കുക. ഒരു 30 ഡേയ്സ് ഒരു ഹെൽത്ത് ട്രാൻസ്ഫോർമേഷൻ ചലഞ്ചാണ് നിങ്ങൾക്ക് മുന്നിൽ ചെയ്യാൻ വെക്കുന്നത്. ഇത് തനിയെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഇന്ന് ഓൺലൈനിൽ ധാരാളം വീഡിയോകൾ അവൈലബിൾ ആണ്, അതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. സ്ത്രീകൾക്കായിട്ട് പ്രത്യേക സെഷനുകൾ ധാരാളം ഞങ്ങൾ കണ്ടക്ട് ചെയ്യാറുണ്ട്, യൂട്യൂബിൽ ധാരാളം ഉണ്ട് തന്നെ. നിങ്ങളൊരു പ്രതിജ്ഞ എടുക്കുക, ഈ റമദാൻ കഴിയുമ്പോൾ കൂടുതലായിട്ട് നിങ്ങൾ ആരോഗ്യവതിയായിരിക്കും, ആരോഗ്യവാനായിരിക്കും. പള്ളികളിൽ പോയിട്ടാണെങ്കിൽ വീട്ടിൽ പോയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്ന സമയത്ത് കിതപ്പില്ലാതെ കയറാൻ പറ്റണം. മക്കളോടൊപ്പം കളിക്കാൻ ഊർജം വേണം. വീട്ടിലെ എല്ലാ വർക്കുകളും ചെയ്തിട്ട് ആരോഗ്യവതിയായിട്ട് നിൽക്കാൻ പറ്റണം. രോഗമില്ലാതെ ഒരു വാർദ്ധക്യം വേണം. ഈ ഒരു 30 ദിവസത്തെ ഈ അച്ചടക്കം നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ
മാറ്റം വരുന്നത് കാണാൻ പറ്റും. റെഡിയല്ലേ എല്ലാവരും? റെഡിയല്ലേ? അപ്പൊ ഈ പുണ്യമാസം നമ്മുടെ മനസ്സിനെന്ന പോലെ ശരീരത്തിനെയും ശുദ്ധീകരിക്കാൻ, പുതിയൊരു മനുഷ്യനായിട്ട് പെരുന്നാൾ ആഘോഷിക്കാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പേഴ്സണലി നിങ്ങൾക്ക് ഞാനുമായിട്ട് കമന്റ് ചെയ്യാം. ഓക്കെ, ഈ ഒരു സെഷൻ കഴിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ വേറൊരു സെഷന് കൂടി നടക്കാനുള്ളത് കൊണ്ട് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല. നമുക്ക് ഒരുമിച്ച് മുന്നേറാം, ഒരുമിച്ച് നമുക്ക് മാറാം. എല്ലാ സമാധാനവും ആരോഗ്യം നിറഞ്ഞ ഒരു റമദാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ ആശംസിക്കുകയാണ്. അപ്പൊ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ.